ഞാൻ അവരെന്ത് ചെയ്യും? ആനഹം ദിശത ക്രൂരൻ സംസാരേഷ്ടനരാധമൻ സംസാരേഷു നരാധമൻ ക്ഷിപാമ്യജസ്രമശുഭൻ ആസുരീശേഷയോനിഷു. ഞാൻ അവരെന്ത് ചെയ്യും? അഹം ഞാൻ അവരെ എന്ന് വെച്ചാൽ കാലമാകുന്ന ഞാൻ അവരെ ക്ഷിപാമി ഞാൻ കൊണ്ടു വീഴ്ത്തുന്നാണ്. ആസുരീയേഷു യോനിഷു എവിടെ കൊണ്ടു വീഴ്ത്തും? ആസുരിക യോനിയിൽ. അപ്പം ആസുരിക യോനിയിൽ പോകാനുള്ള കാരണം അവരുടെ ഉള്ളിലുള്ള ആ സ്വാർത്ഥ മനോഭാവങ്ങൾ അവരെ ഉയർത്തുന്നതിന് പകരം താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ട് പറയുന്നു അവിടെ ചെന്നിട്ടോ ആസുരിം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയം തതോ യാന്ത്യമദാം ഗതിം. അവിടെ ചെന്ന് ആസുരി യോനിയിൽ ചെന്ന് അവൻ മൂഢനായി വീണ്ടും അത് തന്നെ ആവർത്തിച്ച് മാം അപ്രാപ്യ അവൻ എൻ്റെ നേരെ തിരിയുന്നേയില്ല. വീണ്ടും അധമം ഗതി. ഗതിയിലേക്ക് പോകണോ? അധോ ഗതിയിലേക്ക് പോകണം. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മളെ താഴ്ത്താനും സാധിക്കും, നമ്മുടെ മനസ്സിന് നമ്മളെ ഉയർത്താനും സാധിക്കും. അത്ര ദൈവീകത്വമുള്ളൊരു ശക്തിവിശേഷം ഏതിനുണ്ട്? മനുഷ്യ മനസ്സിനുണ്ട്. അപ്പം നമ്മുടെ ഋഷീശ്വരന്മാർ നരകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മനസ്സിൽ ചില ദൗർബല്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും കാമത്തിലൂടെയാണ് ജന്മം വന്നിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള സ്വാർത്ഥ അഭിലാഷങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള മോഹങ്ങൾ, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ അതിനു വേണ്ടി ജീവിക്കുമ്പോൾ, അതിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ നാളെ നമുക്ക് തരാൻ പോകുന്നൊരു ജന്മം നാം മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന വേദനകളൊക്കെ നമ്മൾ തിരിച്ച് അനുഭവിക്കേണ്ടുന്ന ജന്മങ്ങളാണ്. പ്രകൃതി നമ്മളെ വിടില്ല. പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത്രയും അത് തിരിച്ച് നമ്മുടെ പിന്നാലെ വന്നിരിക്കുന്നു പറയാണ്. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ ഇവിടെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇനി ചരകൻ അദ്ദേഹത്തിൻ്റെ ചരക സംഹിതയിൽ പറയുന്നു, മനുഷ്യൻ രോഗവുമായിട്ട് ജനിക്കുന്നു എങ്കിൽ അതെന്തുകൊണ്ടാണ് അത്ര ആ രോഗങ്ങളുമായി ജനിക്കുന്നത്? അതെവിടെ നിന്നാണ് അത്ര ഈ രോഗങ്ങളൊക്കെ വന്നിരിക്കുന്നത്? അത് വന്നിരിക്കുന്നത് ഈ രോഗങ്ങൾക്കൊക്കെ കാരണം പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതേ. എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ ജ്ഞാനിയാണ് അദ്ദേഹം. ഇന്ന് നിങ്ങൾ ആയുർവേദത്തിൽ കഴിക്കുന്ന ഒരുവിധം മരുന്നുകളൊക്കെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ ആചാര്യനാണ് ചരക ഋഷി. അദ്ദേഹമാണ് പറയുന്നത്, നിങ്ങൾക്ക് ജന്മനാ തന്നെ രോഗങ്ങളുണ്ടെങ്കിൽ അതിനാരെ കുറ്റം പറയണം? പൂർവജന്മകൃതം പാപം. ആര് ചെയ്തു കൂട്ടി? നമ്മുടെ ഈ ശരീരമല്ല ചെയ്തു കൂട്ടിയത്, നമ്മുടെ മനസ്സാണ്. നമ്മൾ അതിനൊരു വിശാലതയിൽ കാണാനുണ്ട്. എൻ്റെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം എന്ന് പറയുന്നത് ഇവിടെ മനസ്സെടുത്തതാണ്. പക്ഷേ എൻ്റെ മനസ്സ് ഈ ശരീരത്തിന് മുമ്പുമുണ്ട്, ഈ ശരീരം പോയാലും മനസ്സ് നിലനിൽക്കുന്നുണ്ട്. നമ്മളെ മാറ്റുന്നത് എന്ത് മാത്രമാണ്? ശരീരം മാത്രമാണ്. മനസ്സ് നമ്മൾ മാറ്റുന്നില്ല. നമ്മളത് ആ വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ദിവസവും വസ്ത്രമഴിച്ച് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മാറുന്നില്ല. ഏത് മാത്രമേ മാറുന്നുള്ളൂ? വസ്ത്രം മാത്രമേ മാറുന്നുള്ളൂ. ഇതുപോലെ മനസ്സാകുന്ന ശരീരം മാറ്റുന്ന വസ്ത്രമാണ് ശരീരം. അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ, ഞാൻ വേദനിപ്പിച്ചിരിക്കുന്നതൊക്കെ ഞാൻ യൗവനത്തിൽ മറന്നുപോയിട്ടുണ്ടാവണം, ഞാൻ കൗമാരത്തിലെത്തുമ്പോൾ മറന്നുപോയിട്ടുണ്ടാവണം, ഞാൻ മധ്യവയസ്കനായപ്പോൾ മറന്നുപോയിട്ടുണ്ടാവണം. പക്ഷേ അതെൻ്റെ പിന്നാലെ എന്നെ വേട്ടയാടുന്നു എന്നുള്ളത് ഒരു ദശരഥനെ പോലെ നമ്മൾ തിരിച്ചറിയുന്നൊരു കാലം വരും. കൈകേയി വരങ്ങൾ ചോദിച്ച് തളർത്തിയപ്പോൾ, ദുഷ്ടേ നീജേ ക്രൂരേ, എവിടുന്ന് കിട്ടി നിനക്ക് ഇങ്ങനൊരു സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് കൈകേയിയെ ചീത്ത വിളിച്ച ദശരഥൻ പിന്നീട് കൗസല്യയോട് സത്യം തുറന്നു പറയാണ്, ദേവി, ഇന്ന് ഞാനിങ്ങനെ തളർന്ന തരിപ്പണമാകുന്നതിന് കൈകേയിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മുഴുവൻ അനുഭവിക്കാനുള്ള ഒരു നിയോഗം ഈ ഉള്ളവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിൽ പോകുന്ന സമയത്ത് ആന വെള്ളം കുടിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ച് മുനികുമാരൻ്റെ നെഞ്ചിലേക്ക് അമ്പ് ചെയ്തപ്പോൾ അന്ന് എൻ്റെ ഡെസ്റ്റിനി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. എനിക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. അന്ന് ആ മുനികുമാരൻ്റെ അച്ഛൻ ആ വാക്കുകളെ കൊണ്ട് എന്നെ ശപിച്ചു. നീയും പുത്രദുഃഖത്താൽ മരിക്കണം എന്നുള്ള കഠിനമായ ശാപം എൻ്റെ പിന്നാലെ. പാവം കൈകേയി ആ ശാപത്തെ സത്യമാക്കാൻ നിയോഗിക്കപ്പെട്ട വെറുമൊരു ഉപകരണം മാത്രം.
ഇതുപോലെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരൊക്കെ നാം ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഓരോ ഉപകരണങ്ങൾ മാത്രം. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ അനുഭവിക്കുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങളാരും നരകത്തിൽ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തീരെ ദുഃഖങ്ങളും വിഷമങ്ങളും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും ഇവിടെ ധൈര്യത്തോടുകൂടി പറയാൻ പറ്റുമോ? തീരെ നരകത്തിൽ പോവാത്ത ആളുകൾ ഒന്ന് കൈവെക്കൂ. നിങ്ങൾക്ക് പല്ല് വേദന വന്നിട്ടില്ല, നിങ്ങൾക്ക് ചെവി വേദന വന്നിട്ടില്ല, നിങ്ങൾക്ക് വയറുവേദന വന്നിട്ടില്ല, തലവേദന വന്നിട്ടില്ല, ഇല്ല. ചിലർക്ക് മൊത്തം വേദനയാണ്. ഇങ്ങനെ നമുക്ക് വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതിനെയാണ് നരകം എന്ന് പറയാൻ. നിങ്ങൾ വിചാരിക്കേണ്ട കൃമികുണ്ഡത്തിൽ കൊണ്ടുപോയിടുന്നു എന്നുള്ളത്. കൃമികുണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ഉള്ളിൽ കൃമികൾ കയറി കടിക്കൽ തന്നെയാണ്. അറിയാലോ, അതിൻ്റെ ഉള്ളിലേക്ക് കൃമികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കീമോതെറാപ്പി എടുക്കണ്ടല്ലോ. പിന്നെ അതുകൊണ്ടും പോയിട്ടില്ലെങ്കിൽ റേഡിയേഷൻ എടുക്കേണ്ട ആവശ്യമില്ലേ? എങ്ങനെ വന്നു ആ കൃമികൾ ഉള്ളിൽ? അപ്പം ഇതിനെന്താ ഉത്തരവുള്ളത്? ഇതൊക്കെ തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഓരോ അനുഭവങ്ങൾ നോക്കൂ. നിങ്ങൾ സൂചി മുഖം എന്നുള്ള നരകത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂചി കൊണ്ട് കുത്തുക. ആ നരകത്തിൽ ജീവിക്കാത്തവർ ഇപ്പോൾ കുറച്ച് ചുരുങ്ങും. അവനവൻ്റെ കയ്യിൽ സൂചി എടുത്തിട്ട് അവനവൻ തന്നെ തുടക്കി കുത്തുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ചിരിയാണത്. ആ കുത്തുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിലും തൊലിക്കട്ടിയുള്ളവരുടെ പായസം കണ്ടു കഴിഞ്ഞാൽ ഈ അസുഖം ഉണ്ടെന്നൊന്നും അവർക്ക് ബോധമില്ല. നരകം എന്ന് പറയുന്നത് ഇവിടൊക്കെ തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, ചെയ്തു പോയ പ്രവൃത്തികളെ ഇനി നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമല്ല. വാട്ട് യു ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ് വിൽ ബ്രിങ് ദ റിസൾട്ട്. കർമ്മം ചെയ്തുവോ കർമ്മഫലം വരണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ഒരിക്കൽ എറിഞ്ഞ കല്ല് പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. കാരണം അത് കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. ഇനി പോയ കല്ല് തീർച്ചയായിട്ടും താഴേക്ക് വന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രാരബ്ധകർമ്മങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വച്ചു പോയതാണ്. ഇനി നിങ്ങൾക്കതിനെ മാറ്റാൻ തല കുത്തി മറിഞ്ഞാലും സാധ്യമല്ലത്. പ്രാരബ്ധം അനുഭവിക്കുക, സ്വീകരിക്കുക തന്നെ വേണം. അതുകൊണ്ടാണല്ലോ ചിലർ പറയാറ്, ഇതെൻ്റെ പ്രാരബ്ധമാണ്, അനുഭവിക്കുക തന്നെ, വേറെ എന്താ നിവൃത്തിയുള്ളത്. അപ്പോൾ ഒന്നാമത്തത് അത്. ഇനി രണ്ടാമത്തത്, ഇനി ചെയ്യുന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ശ്രദ്ധ വയ്ക്കാം. അതെന്താണ്? ഇനി ഞാൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആരെയും വേദനിപ്പിക്കാത്ത കർമ്മങ്ങൾ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് നന്നാക്കിയെടുത്തൂടെ? ഉണ്ടോ ഇല്ലയോ? സ്വഭാവത്തിൽ കുറച്ചൊരു മാറ്റം വരുത്തിക്കൂടെ? ഈ ബോധം നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. എന്ത് എളുപ്പമാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾ ഇവിടുന്ന് പ്രതിജ്ഞ ചെയ്തു പോവും, ഇനി ഞാൻ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ അന്ന് ഭഗവാനെ ഒരു 500 രൂപ ഭഗവാന് ഭണ്ഡാരത്തിലിട്ടോളാം എന്ന് ഒന്ന് പ്രതിജ്ഞ ചെയ്തു പോവും നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും നീ എന്താ 500 പോണതേ, സ്വഭാവം നന്നായി മാറിക്കിട്ടില്ലേ? ആരുടെ സ്വഭാവം മാറാത്തത്? നിങ്ങൾ ആ പ്രതിജ്ഞ ചെയ്യില്ലേ? അതാണ്. ആളുകളുണ്ടല്ലോ വളരെ 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 ക്ലവറാണ്. ആളുകൾ ഇവിടുന്ന് പോവും, പിതൃ തർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് ഗയാശ്രാദ്ധത്തിന് പോവും. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്തെങ്കിലും ഉപേക്ഷിക്കണം. നമ്മുടെ മലയാളികൾ പോയാൽ എന്താ ഉപേക്ഷിക്കുക അറിയോ? ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ ഉപേക്ഷിക്കും. ചക്കയുടെ തോല് കൊണ്ടുവന്നിട്ട് ഇത് ഞാൻ ഉപേക്ഷിച്ചിരിക്കും, ഉപയോഗിക്കുകയില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഏത് ദൈവത്തിനെയാവാൻ പറ്റിക്കുന്നത് അവർ? മുരുക്കിൻ്റെ കായ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമോ? അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ദൈവത്തിനെ പറ്റിക്കുക. പിന്നെ അല്ലെങ്കിൽ നോർത്തിൽ മാത്രം കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്, ഉത്തരേന്ത്യയിൽ മാത്രം കിട്ടുന്ന, അത് വാങ്ങിച്ചിട്ട് ആദ്യം ചോദിക്കും, ഇത് സാധാരണ സൗത്തിലൊക്കെ കിട്ടുമായിരിക്കും. ഇല്ല, ഇത് സൗത്ത് കിട്ടുന്ന, പിന്നെ അതെങ്ങനെ ഉപേക്ഷിച്ചിരിക്കണമെന്ന്.
അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്, ദൈവത്തിനെ പറ്റിക്കാനുള്ള ഏർപ്പാട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാന പ്രിൻസിപ്പിള്, ഞാൻ ഇനി മുതൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും അങ്ങനെ വേദനിപ്പിക്കില്ല. വേദനിപ്പിച്ചാൽ പ്രതിജ്ഞ നിങ്ങൾ മനസ്സ് ചെയ്താൽ മതി, എമൗണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ. എനിക്കായിട്ടല്ല, നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യാം, ഞാൻ ഒരാളെ വേദനിപ്പിച്ചാൽ ഞാൻ 500 രൂപ സ്വാമിക്ക് കൊടുക്കും. 500 ആക്കണ്ടൊക്കെ കുറച്ച് കൂട്ടിക്കോളൂ. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക. സ്വഭാവം മാറ്റിക്കൂടെ? പറ്റുമില്ലയോ? പറ്റും. നമ്മളൊന്ന് മനസ്സിരുത്തുക, ഞാൻ ഇതൊക്കെ ചെയ്താൽ ഇതെല്ലാം നാളെ ഞാൻ തന്നെ അനുഭവിക്കണം, പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? മാറ്റുക. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി പ്രാരബ്ധങ്ങൾ നമ്മൾ അനുഭവിക്കണം എന്ന് പറഞ്ഞുവല്ലോ, അതിൻ്റെ മുകളിൽ നമുക്ക് യാതൊരു നിയമവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാരബ്ധങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ അതിൽ തളരണോ തളരണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിനെ എവിടെ വയ്ക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. യു കനോട്ട് കൺട്രോൾ പ്രാരബ്ധം, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാരബ്ധം വരുമ്പോഴും നിങ്ങൾക്ക് മനസ്സിനെ നിങ്ങൾക്ക് പുരുഷാർത്ഥത്തിലേക്ക് ഉപയോഗിക്കാം. അവിടെയാണ് മനുഷ്യൻ്റെ പ്രത്യേകത. മനുഷ്യന് ഒരു അസുഖം വരുന്ന സമയത്ത് തളരാനും സാധിക്കും, ആ തളരുന്ന മനസ്സിനെ ഉയർത്താനും സാധിക്കും. അത് മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഒരു മൃഗത്തിൻ്റെ നേരെ നിങ്ങൾ വടിയെടുത്താൽ അത് പേടിക്കും, അതോടും. പക്ഷെ മനുഷ്യന് വേണമെങ്കിൽ വടിയുടെ മുന്നിലും തളരാതെ പതറാതെ നിൽക്കാൻ സാധിക്കും. മരണത്തിൻ്റെ മുന്നിൽ പോലും തളരാതെ പതറാതെ നിൽക്കാൻ സാധിക്കുന്നവനാണ് മനുഷ്യൻ. ശരിയല്ലേ? അപ്പം പ്രാരബ്ധങ്ങൾ വന്നാലും എൻ്റെ മനസ്സൊരിക്കലും പതറരുത്. അതിനെന്ത് വേണം? ഒരു പ്രാരബ്ധവും എൻ്റെ മനസ്സിനെ തളർത്താൻ പാടില്ല. അതിന് വല്ല കഴിവുമുണ്ടോ? ഭാഗവതം ആ കഴിവിലേക്കാണ് നമ്മളെ നയിക്കുന്നത്, ഇനി അങ്ങോട്ട് നയിക്കുന്നത്. ഈ കഴിവ് നമുക്കുണ്ട്, ഈ ശക്തി നമുക്കുണ്ട്, അത് നമ്മൾ ഉണർത്തിയെടുക്കണം എന്ന് മാത്രം. അപ്പോൾ നരകം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് രോഗങ്ങളുണ്ടെങ്കിൽ, നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ദുഃഖങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പരാതികളുണ്ടെങ്കിൽ, നാം ഓരോരുത്തരും എവിടെയാണ്? നരകത്തിലാണ്. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമികളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു അത്രേ, സ്വാമിജി, ഞാൻ അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കറപ്ഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ഉദ്യോഗസ്ഥനാണ്. സ്വാമിജിയുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ നരകത്തിൽ പോകുന്നു. സ്വാമിജി പ്ലീസ് ടെൽ മീ, ഒന്ന് ഉറപ്പ് പറയൂ സ്വാമിജി, ഞാൻ പോവോ നരകത്തിലേക്ക് എന്ന്. സ്വാമിജി പറഞ്ഞു, നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. സ്വാമിജി സത്യം പറയൂ സ്വാമി, അത്ര ഞാൻ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന്. സ്വാമിജി പറഞ്ഞു അത്രേ അദ്ദേഹത്തോട് പോവില്ല എന്ന്. ഏയ് ഇങ്ങനെ നുണ പറയരുത് സ്വാമി, ഞാൻ പോവില്ല, അങ്ങ് സത്യസന്ധമായിട്ട് പറയൂ. നിങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്വാമി അങ്ങനെ പറയണത്? കാരണം നിങ്ങൾ ഇപ്പോഴേ നരകത്തിലാണ്. ഈ ദുഃഖം നിങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുകയാണ്, ഞാൻ നരകത്തിലേക്ക് പോകും എന്നുള്ളത്. അപ്പം നരകം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ നരകാക്കി മാറ്റാൻ പറ്റും. വീട്ടിൽ ഭാര്യ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭർത്താവിന് വിട്ടുകൊടുത്തത്. അടുക്കളയിൽ എന്തോ സാധനം കരിഞ്ഞു മണക്കണമെന്ന് പറഞ്ഞിട്ട്. ഭർത്താവിനാണെങ്കിൽ പെട്ടെന്ന് പൂവും വേണം, വാഹനം തയ്യാറായിട്ടിരിക്കുകയാണ്, ഓഫീസിൽ പോകുന്നതിൻ്റെ തിരക്കിലാണ് അയൺ ചെയ്യണത്. ആ തിരക്കിൽ അയൺ ചെയ്യുമ്പോൾ ആരോ ഫോൺ ചെയ്തിരിക്കണു. ഇയാൾ ഫോണൊക്കെ എടുത്തു, ആരാ എന്താന്നൊക്കെ പറഞ്ഞു, ഓഫീസിലെ കാര്യങ്ങളാണ്, ഞാൻ അങ്ങോട്ട് വരുന്നു, കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെച്ചു. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും വീണ്ടും ഫോൺ വരുന്നു. എടുത്തു വെച്ചത് അയൺ ബോക്സാണ്. ഭാര്യ കേൾക്കുന്നത് ഹലോ എന്നുള്ളതല്ല, അയ്യോ എന്നുള്ളൊരു അലർച്ചയാണ്. വന്ന് നോക്കുമ്പോൾ പപ്പടം പോലെ എത്ര കിടക്കണോ. ഭാര്യ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. ആ കുരുത്തം കേട്ടവൻ രണ്ടാമത് വിളിച്ചു വന്ന്. അവനെ ചീത്ത പറയേണ്ട എന്താ കാര്യം? അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വിവേകം നഷ്ടപ്പെട്ടുകൊണ്ട് അവിവേകത്തിൽ നമ്മുടെ ജീവിതത്തെ നരകമാക്കാം. വേണമെങ്കിൽ നമുക്ക് വിവേകത്തെ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ സ്വർഗമാക്കാം. ജീവിതം സ്വർഗമാക്കുന്നത് വിവേകവും ജീവിതത്തെ നരകമാക്കുന്നത് അവിവേകമാണ്. അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. ഒരു ഡൈവേഴ്സ് കേസ് വന്നു കോടതിയിൽ. അപ്പോൾ കൗൺസിലിങ്ങിന് വിളിച്ചു ഭാര്യയും ഭർത്താവിനെയും. അപ്പോൾ ആദ്യം ഭാര്യയെ വിളിച്ചു. അപ്പോൾ ജഡ്ജി ചോദിച്ചു
എന്താ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചു. പരസ്പരം പിരിയാൻ നിശ്ചയിച്ചതിന് എന്താ കാരണം എന്ന്. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഉടനെ അവൾ പറയാണ്, എൻ്റെ അച്ഛൻ എനിക്ക് 2 ഏക്കർ പറമ്പും ഒരു വീടും തന്നിട്ടുണ്ട്. അതിൽ താഴെയും 2 മുറിയുണ്ട്, മേലെയും 2 മുറിയുണ്ട്. അത്യാവശ്യം തെങ്ങുണ്ട്, പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്. ഈ സുഖസൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇങ്ങനെ വീടിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണനകൾ പറഞ്ഞപ്പോൾ ജഡ്ജിന് വലിയ വിഷമമായി. ജഡ്ജി ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് പറയുമെന്ന്. പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ആ വീട് അച്ഛൻ തന്നതിന് ശേഷം അച്ഛൻ മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് അമ്മയും മരിച്ചു. ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മാവനുണ്ട്. അമ്മാവൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അമ്മാവന് 2 കുട്ടികളുമുണ്ട്. ഒരു മകൻ ബോംബെയിലാണ്, മറ്റേ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് കേരളത്തിൽ തന്നെയാണ്. പിന്നെ അമ്മാവൻ്റെ ഒരു ബന്ധുവുണ്ട്, അവർ കുറച്ചും കൂടി 5 കിലോമീറ്റർ ദൂരെയാണ്. അതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ജഡ്ജിന് ഭയങ്കര ഭ്രാന്ത് പിടിച്ചു. ജഡ്ജി ചോദിച്ചു, നിങ്ങളും ഭർത്താവും തമ്മിൽ നിങ്ങളെന്താ ബന്ധുക്കളായിരുന്നു ചോദിച്ചു. ബന്ധമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധമുണ്ട്. പക്ഷേ അമ്മാവൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അമ്മാവൻ്റെ കുറേ ബന്ധങ്ങളൊക്കെ പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ഒന്നുകൂടി ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ശരിക്കും നിങ്ങൾക്ക് എന്തിനാണ് ഡൈവേഴ്സ്, നിങ്ങൾ എന്തിനാപ്പം വേർപിരിയണതെന്ന് ചോദിച്ചു. വേർപിരിയണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയണു, എന്നോട് വർത്തമാനം പറയാൻ പറ്റില്ല, അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. മനസ്സിലായില്ല? നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായത് അത്ര ചിരിക്കണത് നിങ്ങൾ. ഈ കോലത്തിലായ പിന്നെ നരകത്തിൽ വേറെ എവിടെയും പോകണോ? വീട്ടിൽ തന്നെ നരകല്ലേ? ഇതാണ് പലർക്കും മനസ്സിലാവാത്തത്. അവരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നത് അങ്ങോട്ട് ശരിയാണ് തോന്നുകയാണ്. അത് മറ്റൊരാളെ നരകത്തിലാക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. ഈ വിവേകം നഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിക്കുമ്പോഴാണ് തൻ്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതം നരകത്തിലാക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പം നരകം ഇവിടെ തന്നെയാണ്, സ്വർഗവും ഇവിടെ തന്നെയാണ്. എല്ലാ ഇല്ലായ്മയിലും ജീവിതത്തെ സ്വർഗമാക്കി മാറ്റാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആളാണ് കുചേല ബ്രാഹ്മണൻ. ദാരിദ്ര്യത്തിൻ്റെ നടുവിലും അദ്ദേഹത്തിന് അപ്പോഴും പ്രശാന്താത്മാജിതേന്ദ്രിയ, മനസ്സ് വളരെ പ്രശാന്തമാക്കി കൊണ്ടു നടക്കാൻ സാധിച്ച ഒരു മഹാത്മാവ് അല്ലേ? എല്ലാ സമ്പൽ സമൃദ്ധിയിലും മനുഷ്യന് നരകത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് ഹിരണ്യകശിപുവിലൂടെയും കംസനിലൂടെയൊക്കെ കാണിച്ചു തരുന്നത് ഇല്ലേ? അതും ഭാഗവതത്തിലുണ്ട്. എല്ലാ സമ്പൽ സമൃദ്ധിയും അവരുടെ കയ്യിലുണ്ട്, എന്നിട്ടും അവരുടെ മനസ്സിന് യാതൊരു സ്വസ്ഥതയുമില്ല, ശാന്തിയുമില്ല, സമാധാനവുമില്ല. ഇങ്ങനെ നമുക്ക് ലക്ഷൂറിയസ്ലി മിസറബിൾ ആവാം. എല്ലാ ലക്ഷറിയുടെ ഉള്ളിലിരുന്നു കൊണ്ട്, നമുക്ക് എല്ലാ ഇല്ലായ്മയുടെ ഉള്ളിലിരുന്നു കൊണ്ട് മനസ്സിൽ സമ്പന്നത വെച്ച് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. അപ്പം നിങ്ങളെ തളർത്തുന്നുവോ, നിങ്ങൾ വീഴ്ത്തുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കുന്നുവോ, നിങ്ങൾ ആ സമയം എവിടെ എത്തിക്കഴിഞ്ഞു? നരകത്തിലെത്തി. അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാധയേൽ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മന. നിങ്ങളെ ഒരിക്കലും താഴ്ത്തരുത്, നിങ്ങളെ ഉയർത്തണം. അങ്ങനെ ഉയർത്താനാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ഒരിക്കലൊരു നരകത്തിൽ നടക്കുന്നൊരു കഥയാണ്. നരകത്തിലൊരു കഥ നടക്കുകയാണ്. ഒരു ആന യമദൂതന്മാരുടെ ഭയങ്കര പീഡനം അനുഭവിക്കുകയാണ്. അപ്പോൾ ഉടനെ യമരാജാവ് പറയാണ്, നാണമില്ലേ ആനെ നിനക്ക്? വലിയൊരു ശരീരവും നല്ല ശക്തിയൊക്കെ തന്നിട്ട് നീ മനുഷ്യൻ്റെ അടിമയായിട്ട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു. കുറേ എണ്ണത്തിനെ ചവിട്ടി കൊന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ആന നരകത്തിൽ എത്തിച്ചേർന്നത്. നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? ഒരു കീടമായിരിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ എന്ന്. അവൻ്റെ അടിമയായി തീർന്നില്ലേ? ഉടനെ ആന ഈ വേദനയ്ക്ക് അനുഭവിച്ചിട്ടോട് പറയാണ്, അങ്ങയുടെ കാര്യം ഇതിലും അപ്പുറമാണ്. യമരാജാവിനെ നോക്കിയിട്ടേ, അതെന്താ നീ എന്നെ ഒരു വിലയില്ലാത്തത് പോലെ പറയണത്? അങ്ങും മനുഷ്യനോടൊന്ന് കളിച്ചു നോക്കൂ, എന്നാ വിവരം അറിയാമെന്ന്. മനുഷ്യൻ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സാധനമാണെന്ന്. ഓ, അത്രയൊക്കെ ഉണ്ടോ മനുഷ്യന് ശക്തിയും ബുദ്ധിയും കഴിവൊക്കെ? എന്താ യമരാജാവെ മനസ്സിലാക്കിയിരിക്കുന്നത്? എൻ്റെ പുറത്ത് ഇങ്ങനെ തല്ലാനേ അങ്ങേക്ക് പറ്റുള്ളൂ എന്ന്. ബുദ്ധി പറയുന്ന സാധനം അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ വിവേകം എന്നാ ഒന്ന് അറിഞ്ഞിട്ട് കാര്യമെന്ന്. യമരാജാവ് ഉടനെ മീറ്റിംഗ് വിളിച്ചു തൻ്റെ ആളുകളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വലിയ ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയണു, എനിക്കതൊന്ന് തെളിയിച്ചു തരണമെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലൈവായിട്ടൊരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്, ജീവനുള്ള മനുഷ്യനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ യമദൂതന്മാർ പുറപ്പെട്ടു. മിക്കവാറും വീടുകൾ അടച്ചു കിടക്കുന്നതുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ലൈവായിട്ട് കൊണ്ടുവരണം.
മറ്റേതാകുമ്പം സൂക്ഷ്മ ശരീരം കൊണ്ടുപോയാൽ മതിയല്ലോ. ഇതിപ്പോൾ സ്ഥൂല ശരീരം പുറത്തേക്ക് കിടക്കണില്ല. യമദൂതന്മാർ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു ടെറസിൻ്റെ മുകളിൽ ഒരാൾ കിടന്നുറങ്ങണത്. അയാൾ ഈ വേനൽക്കാലത്ത് കട്ടിലിട്ടിട്ട് സുഖമായിട്ട് ഇങ്ങനെ നക്ഷത്രമൊക്കെ നോക്കി കിടന്നതാ. വലിയ പണ്ഡിതനായിരുന്നു, ഗീത ഇതൊക്കെ വായിക്കും, ഭാഗവതമൊക്കെ വായിക്കും. എപ്പോഴും അദ്ദേഹത്തിൻ്റെ തലയുടെ അടുത്ത് ഭാഗവതം ഉണ്ടാവും, ഗീതയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വായിച്ചേ കിടക്കുള്ളൂ ആൾ. അപ്പോൾ അയാളങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് യമദൂതന്മാർ വന്നത്. ഒരു കാര്യം ചെയ്യാം, ഇയാളെ പാക്ക് ചെയ്യാമെന്ന്. കട്ടിലോടുകൂടി പൊക്കി, അറിയണ്ടെന്ന് വെച്ചിട്ട്, ഉണരണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾക്ക് ഉണർവ് വന്നു. നോക്കുമ്പോണ്ട് പല്ലുകളും ദ്രഷ്ടകളൊക്കെ ആയിട്ട് ബീഭത്സ രൂപം. ഒരു നിമിഷം ഒന്ന് പതറി, മൂത്രം ഒഴിക്കുന്നുള്ളൊരവസ്ഥ വന്നു. എന്നാൽ പിടിച്ചു നിന്നു. ഇവരറിയാതെ തൻ്റെ ഭാഗവതം ഏതോ ഗീത പുസ്തകത്തിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ഒരു എഴുത്തെഴുതി. എന്നിട്ട് അവിടെ തന്നെ വെച്ചു. സുഖമായിട്ട് അവിടെ കടന്നു. യമലോകത്തിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തതും പെട്ടെന്ന് ഇയാൾ കണ്ണുറന്നവൻ ഭീകര രൂപങ്ങൾ. പേടിച്ചില്ല. ആ കത്തെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജാവിന് കൊണ്ടു കൊടുക്കുമെന്ന്. അങ്ങനെ യമദൂതന്മാർ ഈ കത്ത് യമരാജാവിനെ ഏൽപ്പിച്ചു. അതിലെഴുതിയിരിക്കുകയാണ്, പ്രിയപ്പെട്ട യമരാജൻ, ഈ വരുന്നത് എൻ്റെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട അതിഥിയാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഭക്തനാണ്. ഇദ്ദേഹത്തിൻ്റെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം, ഇദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ കൊടുത്തിരിക്കണം എന്ന് വൈകുണ്ഠ നാരായണൻ ഒപ്പ്. കാച്ചി വിട്ടൊരു കത്ത്. യമരാജാവ് അത്ഭുതപ്പെട്ടു. വേഗം തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റു. ആ സീറ്റ് തന്നെ കൊടുത്തു. യമദൂതന്മാരോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനത്തെ പാർട്ടിയെ കൊണ്ടുവന്നതെന്ന്. ഇത് കുറേ അപകടം പിടിച്ച പാർട്ടിയാണല്ലോ, ഭഗവാന്റെ വേണ്ടപ്പെട്ട പാർട്ടിയല്ല, ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും നമുക്ക്. എന്നിട്ടിരുത്തി യമരാജാവ് കാലൊക്കെ കഴുകി. അപ്പോൾ ഇയാളിങ്ങനെ കണ്ണടച്ചിട്ട്, കാരണം യമരാജാവിനെ നോക്കി അപ്പം ജീവൻ തന്നെ പോവും. അങ്ങനത്തെ രൂപങ്ങളാണേ. കണ്ണടച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. കാലൊക്കെ കഴുകി ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഇയാളങ്ങനെ സുഖമായിട്ട് ഇരിക്കുമ്പോണ്ട് ഒരാളെ വലിച്ചു കൊണ്ടുവരുന്നു യമദൂതന്മാർ. അടിച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ